ഞാനാണെങ്കിൽ ദേ ഇതൊന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ വരാനാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടി അകത്തിട്ട് കയറിയിട്ടോ, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ജെഫിൻ ചേച്ചിയും പിള്ളേരും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ കഴിയുന്നു. പിന്നെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് തൊഴാനായിട്ട് കയറിയിട്ടോ. അമ്പലത്തിലാണെങ്കിൽ ചെറിയ രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ, ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തെക്കേ സൈഡിൽ കൂടിയാണ് കയറിയത്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ അകത്ത് കയറി തൊഴുത് പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ. ഇന്നാണ് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇന്ന് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല, മഴ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അവരെയും കൂട്ടിയിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ഇവരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ചേച്ചിയും ഞാനും കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തത്. ഇവിടെ വന്നപ്പോഴാണ് ഇവരും കൂടി ഉണ്ടെന്നുള്ളത് ഞാൻ അറിയണം കേട്ടോ. ചോദിച്ചപ്പോഴാണ് പറയുന്നത് സ്കൂളില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടിയാണ് അമ്പലത്തിലൊക്കെ തൊഴുതത്. പിന്നെ ഞങ്ങൾ താഴെ കിഴക്കാവിലും പോയി തൊഴുത് മേളിലേക്ക് അങ്ങനെ പോയി തിരിച്ച് പോകുന്നത്. ഇനി ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് നേരെ ഒന്ന് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിലും കൂടി ഞങ്ങൾക്ക് കയറിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ കുറയാനായിട്ട് ഞങ്ങൾ നിന്നൊന്നുമില്ല. അവിടെ നിന്ന് ബസ് കയറി നേരെ പൂർണ്ണത്രയീശൻ്റെ അടുത്തേക്ക് വന്നിട്ടോ. ഇവിടെയാണെങ്കിൽ പിന്നെ അകത്തൊന്നും വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നേരെ അകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി എല്ലാവരും കൂടെ. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇവിടുന്ന് കിഴക്കേക്കോട്ട വരെ ഞങ്ങൾക്ക് നടക്കണം കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അവിടെ പോയി ബസ് കയറി ഇനി വീട്ടിലേക്ക് പോകണം.